എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി പട്ടണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത KSRTC റോഡിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പതിവ് പരിപാടി തന്നെ. വെള്ളം പൊട്ടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ആ പൈപ്പ് ശരിയാക്കുന്നതിന് വേണ്ടി ഒരു കുഴി കുഴിച്ച്, ആ ടൈലൊക്കെ പൊളിച്ചൊരു കുഴി കുഴിച്ച് അതിൻ്റെ മുന്നിൽ 2 ബോർഡും വെച്ച് 3 മാസം കഴിഞ്ഞു. ഇനി ആണ്ടൊന്നാവാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയില്ല. ആണ്ടൊന്നായിക്കോട്ടെ, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപകടങ്ങളുണ്ടാകുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു ഇരുചക്രവാഹനക്കാരൻ ഇവിടെ അപകടം പറ്റി. അയാളുടെ കാലിൻ്റെ ഞരമ്പ് മുറിഞ്ഞു. അയാൾ മെഡിക്കൽ കോളേജിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുഴി കുഴിച്ച് ഈ വാട്ടർ അതോറിറ്റി ചെയ്യുന്ന ഈ കൊല്ലാക്കൊല പരിപാടി, ഈ ആളുകൾ ഇതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. ഇതിൽ 2 സ്കൂളുകളിലേക്ക് പോകുന്ന ബസ്സുകൾ പോകുന്നുണ്ട്. തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒരു റോഡിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് ഏകദേശം ഒരു 2 മാസത്തിന് മേലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിക്ക് എന്താണ് പരിപാടി? വാട്ടർ അതോറിറ്റി എന്തിനാണ് ഇരിക്കുന്നത്? ഇനി ഇങ്ങനെ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ ഇടപെടലും ഇല്ല, ഒരു കാര്യമില്ല. ജീവൻ പോകുന്നതിന് തുല്യമായ രീതിയിൽ ആളുകൾക്ക് അപകടം സംഭവിക്കുന്നു. ഇപ്പോൾ ആ ചേട്ടൻ്റെ ഞരമ്പ് മുറിഞ്ഞു. ആർക്ക് പോയി ശരിക്കും പറഞ്ഞാൽ? ഇതാണ് ഈ KSRTC റോഡ്. KSRTC കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്താണ്. നിങ്ങളിവിടെ വന്ന് ഈ സംഭവം സത്യമാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഓട്ടോക്കാരോട്, ഓട്ടോ ചേട്ടന്മാരോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഫ്രണ്ടിലുള്ള കടകളിൽ കയറി നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അറിയാൻ സാധിക്കും. ഇത് ഞാൻ പടച്ചു വിടുന്ന സംഭവങ്ങളല്ല. ഇത് കുഴി കുഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഇന്നലെ അപകടം ഉണ്ടായി, അതിക്ക് മുൻപ് അപകടം ഉണ്ടായി. ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ കെട്ടുകാര്യസ്ഥത, ഇങ്ങനെ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ട് അവരുടെ പരിപാടി നോക്കി പോവാ. ഒരു പരിപാടിയില്ല ഇവിടെ. എന്നാൽ അതിലൂടെ ഇടപെടേണ്ട അധികാരികളോ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. എന്താണ് ഈ വിഷയങ്ങൾ എന്നുള്ള അവരോട് ചോദിക്കാം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ഇത് നേരെ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നില്ല. പിന്നെ നമ്മളിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. ഓട്ടോറിക്ഷ ഇടാൻ സൗകര്യമില്ല. കുട്ടികളാണ് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലത്ത്. ഇന്നലെ തന്നെ രാത്രിയിൽ നമ്മളിവിടെ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു പാവം പിടിച്ച ബൈക്കുകാരൻ കടന്നു വരുമായിരുന്നു. ഈ കുഴി കണ്ടിട്ട് ഓട്ടോറിക്ഷക്കാരൻ ശകലം അങ്ങോട്ടൊന്ന് വെട്ടിച്ച് കൊടുത്ത് ഈ ബൈക്കെ തട്ടി. ആ പാവപ്പെട്ട പയ്യൻ അവിടെ നടുറോഡിൽ നെഞ്ചടിച്ച് വീണിട്ട് അവൻ്റെ കാലിൻ്റെ ഞരമ്പ് വിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ സെൻറ്റ് ജെയിംസിൽ കൊണ്ടുപോയി. അവിടെ നേരെ ഇപ്പം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്ല. ഈ കിടക്കുന്ന ഈ പാവപ്പെട്ട പയ്യനെ വീട്ടിൽ നിന്ന് 10 പൈസ ചിലവുണ്ടാക്കാനോ ആരെങ്കിലും കൊടുക്കാനോ ഇല്ല. ഈ കുഴി എന്തായാലും ഞങ്ങൾക്ക് ഉടനെ തന്നെ അടച്ചു തന്നിരിക്കണം. ഇല്ലേ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി ആകെ വല്ലാത്ത ബുദ്ധിമുട്ടാവും. അതിനുവേണ്ടി അധികാരികൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നേ നമുക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് നിങ്ങൾ കാണണം, കണ്ണു തുറന്ന് കാണണം. ചാലക്കുടി KSRTCയുടെ അടുത്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പാഴായി പോയിക്കൊണ്ടിരുന്നിട്ട് പല പ്രാവശ്യം പലരും ഓട്ടോറിക്ഷക്കാരായിട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വന്ന് അതൊക്കെ പൊളിച്ചിട്ടിട്ട് പോയിട്ട് ഇപ്പം 3 മാസമായി. 3 മാസം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇന്നൊരു അപകടം സംഭവിച്ചു. ഇന്നലെ പടിഞ്ഞാറ് ചാലക്കുടിയിലുള്ള നമ്മുടെ ഒരാളാണ് ആ 2 വീലറും വണ്ടിയുമായിട്ട് ഇടിച്ച് ആളുടെ ഞരമ്പ് കട്ടായിട്ട് ഇപ്പം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്നാമത് അതിൻ്റെ തൊട്ട് ചേർന്നുള്ള സ്ഥലത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഓട്ടോറിക്ഷകൾക്ക് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. അടിയന്തരമായി തന്നെ വാട്ടർ അതോറിറ്റി ഇതിൽ ഇടപെടണം. കാരണം തൊട്ടടുത്ത് NSS സ്കൂളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് CMI സ്കൂളുണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾ കാലത്തെ ഒരു 8 മണി കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി വരെ നിരന്തരം വാഹനങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 മണി തുടങ്ങി 5 മണി വരെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പത്രക്കാർ ഒന്നും കൂടെ അറിയിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നടപടി, വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി, വാട്ടർ അതോറിറ്റിയുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞാൻ യൂണിയന്റെ ലീഡർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട് ഈ സാധനം പൊളിച്ചിട്ടിട്ട് പല പ്രാവശ്യം കൗൺസിലർമാരും നമ്മുടെ നഗരപിതാവിനെ പറഞ്ഞാൽ അറിയിച്ചതിനെ സംഭവം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അറിഞ്ഞത് ഇത് റോഡ് മണ്ണിട്ട് താഴണം, നികക്കണം, അതിന് ശേഷം നടക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് വീണ്ടും പൊളിക്കാനുള്ള പരിപാടി തന്നു. പല പ്രാവശ്യം ഇവർ പറഞ്ഞത് കേൾക്കണം. അപ്പോൾ ഇന്നലെ ഇടിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഇന്നലെ വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടായി. ഇന്നലത്തെ ആക്സിഡൻറ്റിൽ അപ്പോൾ അതിൻ്റെ കാലിന് ഞരമ്പ് കട്ടായിട്ടുണ്ട്. പിന്നെ ഈ വഴിക്ക് എപ്പോഴും NSSൻ്റെയും CMIയുടെയും വണ്ടികൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഞങ്ങൾക്കിങ്ങനെ ഓട്ടോറിക്ഷ ഇടാൻ സൗകര്യമില്ല. എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കണം. ഇന്ന് രാവിലെയും നിതാപോളിനും വിളിച്ചിട്ടുണ്ടായി, AB ജോർജാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇത് 24 നിതാപോൾ കൗൺസിൽ. നിതാപോളത്ത് മേഡം പറഞ്ഞിട്ടുണ്ട്. അവർ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ പ്രാവശ്യം ഒരു മെസ്സേജ് അയച്ചു. രാവിലെ കണ്ട് ഫോട്ടോ എടുക്കാൻ വിട്ടിട്ടുണ്ട്. ഇതായിട്ട് ഇതിന് തീരുമാനമില്ല. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവിടെ ആരും മരിക്കും. അവസാനം ഇതിനൊക്കെ ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിയും പറയേണ്ടി വരും.